നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോളിവുഡ് സിനിമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. CTRL അഥവാ കൺട്രോൾ എന്നാണ് ഈ സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് ആണ് റിലീസായിരിക്കുന്നത്. ഇതിനകത്തിൽ അനന്യ പാണ്ഡെയാണ് മേജർ റോൾ ചെയ്തിട്ടുള്ളത്. വിക്രം മോട്ട്വാനിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വിക്രം മോട്ട്വാനി എനിക്കൊന്ന് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാം. കാര്യം അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ ഭാവേഷ് ജോഷി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ പടമൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ സേക്രഡ് ഗെയിംസ് പോലുള്ള സീരീസുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുകയും സ്ക്രിപ്റ്റൊക്കെ ചെയ്ത ആളാണ് വിക്രം മോട്ട്വാനി. അപ്പോൾ എന്നും അദ്ദേഹത്തിൻ്റെ പടം വരുമ്പോൾ ഒരു വല്ലാത്ത പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ റിസോഴ്സിലൊക്കെ എങ്ങനെ ഒരു നല്ലൊരു സിനിമ ചെയ്യാമെന്ന് എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിക്രം മോട്ട്വാനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് കൺട്രോൾ എന്ന് പറയുന്ന സിനിമ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എത്രത്തോളം നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആദ്യം ഇത് തുടങ്ങിയത് നമുക്ക് ചെറിയ ടാസ്കുകളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം റൈറ്റിംഗ് ഒന്ന് ഹെൽപ്പ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതായത് കറക്റ്റ് വേഡിങ്സ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ യൂസ് എന്ന് പറയുന്നത് ഒരുപാട് രീതിയിലോട്ട് ചേഞ്ച് ചെയ്യും. അതായത് നമുക്ക് വീഡിയോസൊക്കെ ഇപ്പം ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ടൈപ്പ് കഴിഞ്ഞാൽ അതുപോലത്തെ വീഡിയോസ് ഉണ്ടായി വരും. പിന്നെ ഡീപ്പ് ഫേക്ക് പോലത്തെ പല കാര്യങ്ങളൊക്കെ വരികയുണ്ട്. അപ്പോൾ അത് കാരണം ഒരുപാട് മീൻസ് ഈ ഒരു ചില കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിലും വേറെ പല ദോഷങ്ങളും അതുണ്ടായിരുന്നു. അതായത് ഇൻ്റർനെറ്റ് വന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടായിരുന്നു, നെഗറ്റീവ് സൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് യുടെ അവസ്ഥ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി പറയുന്നൊരു ചിത്രമാണ് കൺട്രോൾ എന്ന് പറയുന്ന സിനിമ. ചെറിയൊരു കഥ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് അനന്യ പാണ്ഡെയുടെ ഒരു ക്യാരക്ടർ ഒരു ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അവർ രണ്ട് ഒരുമിച്ചാണ് ഒരു ചാനലൊക്കെ തുടങ്ങിയത്. അവരുടെ ലൈഫ് നല്ല രീതിയിൽ പോവുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അനന്യ പാണ്ഡെ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ വേറൊരു റിലേഷൻഷിപ്പുകൾ കണ്ടുപിടിക്കുകയും പിന്നെ അത് ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയ വൈറലാവുകയും പിന്നീട് അവർ ബ്രേക്കപ്പ് ഉണ്ടാവുകയും അതിനുശേഷം അനന്യ പാണ്ഡെ തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ മെമ്മറി അവർ ഡിജിറ്റൽ ലൈഫിൽ നിന്ന് മീൻസ് മായ്ച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ ഒരു പുതിയൊരു AI ഒരു ബോട്ടിൻ്റെ അത് സംസാരിക്കുക. അത് കൺട്രോൾ ആണ് അതിൻ്റെ പേര്. അതുവഴി ഇവള് പഴയ ഡിജിറ്റലി ഉള്ള വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ഉള്ള അവിടെ അതായത് ബോയ് ഫ്രണ്ടിൻ്റെ ഇമേജസിനെ മൊത്തം ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൺട്രോൾ എന്ന് പറയുന്ന അനന്യയുടെ ലൈഫിനെ ടേക്ക് ഓവർ ചെയ്യുന്നൊരു സംഭവമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഈ സിനിമ സംസാരിക്കുന്നത്. നമ്മുടെ ലൈഫ് എത്രത്തോളം ഓപ്പണായി പോവുകയും അതായത് സോഷ്യൽ മീഡിയ ത്രൂ ആ വഴി തന്നെ നമ്മുടെ പല ഡേറ്റാബേസുകളും പല ആൾക്കാർ ചോർത്തുന്നുണ്ട്. അതുവഴി അവർക്ക് നമ്മുടെ മുകളിൽ വലിയൊരു കൺട്രോൾ തന്നെ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഈ സിനിമ പറഞ്ഞു വരുന്നത്. ആക്ച്വലി ആ രീതി നോക്കി കഴിഞ്ഞാൽ വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. സീ യു സൂൺ എന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഫുൾ സ്ക്രീൻ ലൈഫാണ് എൻ്റെ അത് കാണിച്ചിട്ടുള്ളത്. റിയലായിട്ടുള്ളത് കാണിക്കുന്നത് ഫുൾ സ്ക്രീൻ ലൈഫ് ആണ് കാണിച്ചിട്ടിരിക്കുന്നത്. CCTV ഫുട്ടേജ്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാം, മോസ്റ്റ്ലി കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. CCTV ഫുട്ടേജ് അങ്ങനെ വന്നിട്ടില്ല. ഫുൾ കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാം വഴിയും ടെലിവിഷൻ ന്യൂസ് വഴിയൊക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോണറിൽ വരുന്നൊരു രസമുണ്ട് ഒരു സിനിമ തന്നെയാണ്. ഇതൊരു ഒന്നൊരു ത്രില്ലർ മൂഡിലായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ സിനിമ പറഞ്ഞു തരുന്നുണ്ട്. AI പല വശങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് അത് നമ്മുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് സിനിമോട്ടോഗ്രാഫി വൈസ് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ഫുൾ സ്ക്രീൻ ലൈഫ് ആയതുകൊണ്ട് നമുക്ക് സിനിമോട്ടോഗ്രാഫി പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് AI കാണിച്ചിരിക്കുന്ന ഒരു ഗ്രാഫിക്സ് പാർട്ടുകൾ, അതായത് AI ഒരു വെബ്സൈറ്റ്, അതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ UI സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അനന്യ പാണ്ഡെയുടെ ആക്ടിങ് രസമുണ്ടായി. പിന്നെ സ്ക്രീൻ പ്ലേ ഒരു അത്യാവശ്യം നല്ലൊരു എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു എൻഡിങ് അല്ല സിനിമ തരുന്നത്. പക്ഷേ അതാണ് റിയാലിറ്റി എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എന്തായാലും മൊത്തത്തിലൊരു രസമുള്ള കണ്ടിരിക്കേണ്ട ഒരു ചിത്രം എന്ന് പറയാം. കാര്യം ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എത്രത്തോളം ടെക്നോളജി നമുക്ക് യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ എത്രത്തോളം അത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ പ്രൈവസി അറിഞ്ഞു കഴിയുമ്പോൾ എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ജീവൻ വരെ പോകുന്ന രീതിയിലോട്ട് അത് മാറ്റിമറിക്കും എന്നാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. ഒരു വമ്പൻ ത്രില്ലറൊന്നും അല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള ഒരു ത്രില്ലറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ജോണറിൽ തന്നെ വന്നൊരു ഇംഗ്ലീഷ് ചിത്രം ഉണ്ടായിരുന്നു, സെർച്ചിങ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ അത് ഒരു ഫുൾ ഇൻവെസ്റ്റിഗേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അത്രത്തോളം വന്നിട്ടില്ലെങ്കിലും ഓവറോൾ ഒരു നിരാശപ്പെടുത്താതെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ചിത്രമാണ് കൺട്രോൾ എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷമായിട്ട് റിവ്യൂ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.